കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തിലെ CPM നേതാക്കളും സൈബറിനികളുമെല്ലാം ഒരു പ്രചരണായുധമാക്കിയിരിക്കുന്നത് മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള മണിശങ്കർ അയ്യരുടെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം വിഷൻ 2031 അന്താരാഷ്ട്ര ഉദ്ഘാടന വേദിയിൽ നടത്തിയ ചില പരാമർശങ്ങൾ അത് കോൺഗ്രസിന് എതിരായിട്ടുള്ളതും ഒപ്പം തന്നെ പിണറായി വിജയനെ അനുകൂലിക്കുന്നതുമാണ്. കേരളത്തിലേത് മികച്ച ഭരണമാണ്, പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തണം എന്നൊക്കെയാണ് അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. കേരളത്തിലെ ജനങ്ങളുടെ വികാരം എന്താണ്, ജനങ്ങളുടെ പൾസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ദേശീയ നേതാവിൻ്റെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ചില ജൽപ്പനങ്ങൾ എന്നതിനപ്പുറം അതിന് യാതൊരു പ്രാധാന്യവും കേരളത്തിൻ്റെ പൊതുസമൂഹം കൊടുക്കുന്നില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം മണിശങ്കർ അയ്യരുടെ ആ വാക്കുകൾ വേദവാക്യമായി എടുത്തുകൊണ്ട് കണ്ടില്ലേ, ഒരു കോൺഗ്രസിന്റെ നേതാവ് തന്നെ ഞങ്ങളെ പുകഴ്ത്തി വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരതിനെ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ 1-2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ പറയുന്ന മണിശങ്കർ അയ്യര് പിണറായി വിജയനെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് CPM-ന്റെ നേതാക്കളാകട്ടെ, സൈബർ അണികളാകട്ടെ, ഇടതുപക്ഷ സഹയാത്രികരാകട്ടെ എല്ലാവരും ഫേസ്ബുക്കിൽ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. മണിശങ്കർ അയ്യരുടെ അപദാനങ്ങളാണ്. അദ്ദേഹം ആരാണ്, അദ്ദേഹം കോൺഗ്രസിന്റെ ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള നേതാവാണ്, അദ്ദേഹം തലയെടുപ്പുള്ള നേതാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാടിപ്പുകഴ്ത്തലുകൾ നമ്മൾ കാണുകയാണ്. അതേസമയം ഇപ്പോൾ ഈ മണിശങ്കർ അയ്യർ കേരളത്തിൽ വന്ന് കോൺഗ്രസിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ പിണറായി വിജയനെതിരായിട്ടായിരുന്നു പറഞ്ഞതെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് ഒന്ന് വെറുതെ ആലോചിച്ച് പോവുകയാണ്. എന്തായാലും നമുക്കറിയാം CPM-നെ വിമർശിക്കുന്നവരോടുള്ള CPM-ന്റെ സമീപനങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ചയാണ് കേരളത്തിലെ സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള സച്ചിദാനന്ദൻ അദ്ദേഹം ഒരു തുടർഭരണത്തിന്റെ ആവശ്യമേ ഇല്ല, തുടർഭരണം വന്നാൽ കേരളം മുടിയും എന്നൊരു പ്രസ്താവന നടത്തിയത്. അതിന് എതിരായിട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് അവരുടെ ഒരു സഹിഷ്ണുതയും ഒക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പാടിപ്പുകഴ്ത്തുകയും എതിരായിട്ട് പറഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ പല കാലങ്ങളായിട്ട് കാണുന്നതാണ്. എന്തായാലും ഈ മണിശങ്കർ അയ്യരെ കുറിച്ച് പറയുമ്പോൾ, മണിശങ്കർ അയ്യർ കോൺഗ്രസിന് ഇത്തരത്തിൽ തലവേദന സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടി അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്കറിയാം 2014 വളരെ നിർണായകമായിട്ടുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യവും കോൺഗ്രസും ആ മുന്നണിയും ഒക്കെ ഇറങ്ങുമ്പോൾ കോൺഗ്രസിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ BJP അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള അവരുടെ ഒരു പ്രചരണായുധം കയ്യിൽ കൊണ്ടു കൊടുത്ത വ്യക്തികളിൽ ഒരാള് ഈ പറയുന്ന മണിശങ്കർ അയ്യറാണ്. അന്ന് BJP 2014 നരേന്ദ്രമോദിയെ മുഖമായിട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവിടെ വെച്ച് ആ സമയത്താണ് മണിശങ്കർ അയ്യർ മോദിക്കെതിരെ ചായ്വാല എന്നൊരു പരാമർശം നടത്തുന്നത്, ചായ കച്ചവടക്കാരൻ എന്നൊരു പരാമർശം നടത്തുന്നു. അദ്ദേഹത്തിന് പറഞ്ഞത് മോദിക്ക് ഈ നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല, വേണമെങ്കിൽ കോൺഗ്രസിന്റെ ഈ സമ്മേളനത്തിൽ വന്ന് അദ്ദേഹത്തിന് ചായ വിൽക്കാം എന്നൊരു പ്രതികരണമാണ് നടത്തിയത്. അത് BJP വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ പ്രചരണായുധമാക്കി മാറ്റി. മോദിയുടെ ജാതിയും ഒക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട്, മോദിയുടെ പണ്ട് അദ്ദേഹം ചായ കച്ചവടം നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന ആ രീതിയിലൊരു സിമ്പതി രാജ്യത്താകമാനം ക്രിയേറ്റ് ചെയ്യാൻ വലിയ രീതിയിൽ പ്രഗത്ഭരായിട്ടുള്ള BJP അത് പരമാവധി വിനിയോഗിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ 2014 കോൺഗ്രസിന്റെ വലിയ ഒരു തോൽവിക്ക് മുഖ്യ കാരണമായി മാറിയ ഒരു പ്രസ്താവനയായിരുന്നു അത്. തങ്ങളുടെ പ്രമുഖമായിട്ടുള്ള പ്രധാനമന്ത്രി പദവിയിലേക്ക് തങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചു, ഒരു ചായ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു താഴ്ന്ന ജാതിക്കാരെ അധിക്ഷേപിച്ചു എന്നുള്ളൊരു പ്രചരണമായിരുന്നു അവർ ആ തെരഞ്ഞെടുപ്പിൽ രാജ്യമാകെ തന്നെ നടത്തിയത്. അത് വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടിയായി. അവിടെ കൊണ്ടും തീരുന്നില്ല. 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ അന്ന് കോൺഗ്രസ് ഗുജറാത്തിൽ വലിയ നീണ്ട ഒരു കാലത്തിന് ശേഷം അധികാരത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമായിരുന്നു. മികച്ച ഒരു പ്രകടനമാണ് കോൺഗ്രസ് നടത്തിയത്. അത്തരത്തിൽ കോൺഗ്രസ് അധികാരം ഉറപ്പിച്ചിരിക്കെ എന്ന ഒരു ഘട്ടത്തിലാണ് അന്ന് അവിടെ ഈ പറയുന്നത് പോലെ പ്രധാന പ്രചാരകനായിട്ടുള്ള നരേന്ദ്രമോദിക്കെതിരെ, അന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന മോദിക്കെതിരെ ഈ പറയുന്ന മണിശങ്കർ അയ്യർ നീജാത്മി എന്ന് പറയുന്ന നീചനായിട്ടുള്ള വ്യക്തി എന്നൊരു പരാമർശം നടത്തുന്നത്. അതും BJP അവിടെ വലിയ രീതിയിൽ പ്രചരണായുധമാക്കി. കാരണം ഒരു താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള OBC കാരനായിട്ടുള്ള പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ കോൺഗ്രസിന്റെ ഒരു നേതാവ് ഇത്തരത്തിൽ അവഹേളിച്ച് അപമാനിച്ചു. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ താഴ്ന്ന ജാതിക്കാർ അല്ലെങ്കിൽ OBC വിഭാഗക്കാരൊക്കെ തന്നെ കോൺഗ്രസിന് എതിരായി മാറുകയും അവിടെ വലിയ രീതിയിൽ BJPക്ക് അനുകൂലമായിട്ട് ആ സാഹചര്യം മാറുകയും ചെയ്തു.
കഷ്ടിച്ചാണ് അവർ അവിടെ ഭരണം നേടിയത്. കോൺഗ്രസ് അവിടെ 77 സീറ്റുകളുമായിട്ട് മികച്ച ഒരു പ്രകടനം നടത്തി. ഒരു പക്ഷേ അത്തരമൊരു പരാമർശം മണിശങ്കർ അയ്യർ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ കോൺഗ്രസ് അവിടെ വിജയിച്ച് അധികാരത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അത്തരത്തിൽ പല ഘട്ടങ്ങളിലും ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ അല്ലെങ്കിൽ എതിരാളികൾക്ക്, പ്രത്യേകിച്ച് BJPക്ക് അവർക്ക് കോൺഗ്രസിനെ അടിക്കാൻ, അവർക്ക് തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കാനുള്ള ആയുധങ്ങൾ യഥേഷ്ടം കൊടുക്കുന്ന ഒരു നേതാവാണ് മണിശങ്കർ അയ്യർ. മാത്രവുമല്ല, അദ്ദേഹം തന്റെ ആത്മകഥയിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നെഹ്റു കുടുംബത്തിലെ നേതാക്കളെയൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാ ഈ പറയുന്ന കേരളത്തിൽ തന്നെ LDF CPM സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം ഈ പങ്കെടുക്കുന്നത് അത് ആദ്യമായിട്ടൊന്നുമല്ല. നേരത്തെ നവകേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ഇതേപോലെ CPM മണിശങ്കർ അയ്യരെ ക്ഷണിച്ചു. അദ്ദേഹം അവിടെ വന്നു. സംസ്ഥാന കോൺഗ്രസ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ് ഇങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കരുത്, കാരണം കോൺഗ്രസ് ഈ നവകേരള യാത്രയുമായി ബഹിഷ്കരിച്ച് നിൽക്കുന്ന ഘട്ടമാണ്, വരരുതെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അവിടെ വന്നുകൊണ്ട് കോൺഗ്രസിന്റെ ആ തീരുമാനങ്ങളൊക്കെ തന്നെ ധിക്കരിച്ചുകൊണ്ട് ഒരു റിബൽ എന്നുള്ള നിലയിൽ, കോൺഗ്രസിന്റെ റിബൽ എന്നുള്ള നിലയിൽ തന്റെ ഒരു പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ കുറെ കാലമായിട്ട് മണിശങ്കർ അയ്യർ കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല എങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം അദ്ദേഹവുമായിട്ട് അകലം പാലിക്കുന്ന കാഴ്ച. ഇത്തരത്തിൽ എല്ലാ കാലത്തും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു അകലം പാലിക്കേണ്ട ബാധ്യത പാർട്ടിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്, ദേശീയ നേതൃത്വം ഉൾപ്പെടെ. അതിലുള്ള ഒരു പിണക്കം, പരിഭവമൊക്കെ അദ്ദേഹം ഇത്തരത്തിൽ കോൺഗ്രസിന്റെ എതിരാളികൾക്ക് കോൺഗ്രസിനെ അടിക്കാൻ വടി കൊടുത്തുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലെ രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, ഈ പറയുന്ന വിഷൻ 2031 അന്താരാഷ്ട്ര ഉദ്ഘാടന വേദിയിൽ മണിശങ്കർ അയ്യരെ CPM ക്ഷണിക്കുകയാണ്. CPM സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. ആ വേദിയിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെയും നിലവിലെ തദ്ദേശ മന്ത്രിയും എക്സൈസ് മന്ത്രിയുമായിട്ടുള്ള MB രാജേഷിന്റെയും മധ്യത്തിരുന്നു കൊണ്ടാണ് ഈ മണിശങ്കർ അയ്യർ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുന്നത്. നമുക്കറിയാം, തോമസ് ഐസക്കുമായിട്ട് മണിശങ്കർ അയ്യർക്ക് ഏറെക്കാലമായിട്ട് ആത്മബന്ധമുണ്ട്. ഒപ്പം തന്നെ MB രാജേഷുമായിട്ടും ബന്ധമുണ്ട്. കാരണം അദ്ദേഹം ഈ പറയുന്ന ലോക്സഭ MP ആയിരിക്കുന്ന സമയത്ത് മണിശങ്കർ അയ്യർ കേന്ദ്രമന്ത്രിയാക്കി ഇരുന്ന വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ രണ്ടുപേർക്കും, CPM-ലെ തോമസ് ഐസക്കിനും MB രാജേഷിനും വലിയ ബന്ധമുള്ള ഒരു ആളാണ് ഈ പറയുന്ന മണിശങ്കർ അയ്യർ. ആ ഒരു ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മണിശങ്കർ അയ്യരെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. അവർക്കറിയാം ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വരും. കാരണം കോൺഗ്രസിനെതിരായിട്ട് നിൽക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് മണിശങ്കർ അയ്യർ. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വരും. അദ്ദേഹം കോൺഗ്രസിനെതിരായിട്ട് എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ പറയിപ്പിക്കാം, എന്തെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാം. അത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാകുമെന്ന ഒരു കണക്കുകൂട്ടലിൽ അത്തരമൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് CPM മണിശങ്കർ അയ്യരെ വിളിച്ചുകൊണ്ട് വന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇത്തരമൊരു കോൺക്ലേവിലേക്ക് വിളിക്കേണ്ട ഒരു ആവശ്യകത ഒന്നുമില്ല. അത്തരത്തിൽ ഒരു ഗൂഢാലോചന അതിനകത്ത് നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ നോക്കണം, ഈ മണിശങ്കർ അയ്യരെ കൊണ്ടുവരികയും അദ്ദേഹം ഇത്തരത്തിൽ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് പറയുകയും ചെയ്യുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള, കേരളത്തിലെ സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന കവി സച്ചിദാനന്ദൻ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് ഈ സർക്കാരിനെ തുടരരുത്, ഈ സർക്കാരിനൊരു തുടർച്ച കേരള ജനത കൊടുക്കരുത് എന്ന് പറഞ്ഞതിന്റെ 2 ദിവസം കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ മറ്റൊരു നേതാവിനെ കൊണ്ടുവന്നുകൊണ്ട് കോൺഗ്രസിന്റെ റിബലായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിനെ കുത്തുന്ന ഒരു നേതാവിനെ കൊണ്ടുവന്ന് അത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിൽ ആ വിഷയത്തിൽ CPM-ന്റെ 2 നേതാക്കൾക്ക് വലിയ പങ്കുണ്ട്. അതിലൊരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഉയരുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ മണിശങ്കർ അയ്യരെ വെറുതെ വിടുകയാണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തെ വിമർശിച്ച് വെറുതെ അദ്ദേഹത്തിന് താരപരിവേഷം കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇന്നലെ അദ്ദേഹം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ, വളരെ മോശമായിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത്. ഒരു ദേശീയ നേതാവ്, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു നേതാവ് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത തരത്തിലുള്ള വിമർശനങ്ങളാണ് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ അദ്ദേഹം ഉയർത്തുന്നത്. കോൺഗ്രസിൽ ദീർഘകാലം നിന്ന് വിദേശ ഒരു IFS-ൽ ആയിരുന്ന മണിശങ്കർ അയ്യർ രാജീവ് ഗാന്ധിയുമായിട്ടുള്ള ബന്ധത്തെ തുടർന്നാണ് കോൺഗ്രസിലേക്ക് എത്തുന്നത്. കോൺഗ്രസിലെത്തി പിന്നീട് കോൺഗ്രസിൽ നിന്നുകൊണ്ട് നേടാവുന്ന പദവികളെല്ലാം നേടി, എല്ലാ ആനുകൂല്യങ്ങളും, ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നേടി അനുഭവിച്ച ഒരു വ്യക്തിയാണ് മണിശങ്കർ അയ്യർ. അദ്ദേഹം ഏറ്റവും തന്റെ അവസാന കാലത്ത് ആ പാർട്ടിയെ, തനിക്കെല്ലാം തന്ന പാർട്ടിയെ തിരിഞ്ഞുകുത്തുന്ന, തകർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു വ്യക്തിയെ അവഗണിച്ച് തള്ളുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ട ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹത്തിന് മറുപടി പറയാൻ പോയി കോൺഗ്രസ് കൂടുതൽ ഒരു
വാർത്താ പ്രാധാന്യം മണിശങ്കർ അയ്യർക്ക് കൊടുക്കാതിരിക്കുക. ഒപ്പം തന്നെ മണിശങ്കർ അയ്യർ അതിനകത്ത് ഈ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ CPM എടുത്ത് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രസ്താവന കൂടി ഉണ്ട്. അത് CPMകാര് മനഃപൂർവ്വം വിസ്മരിക്കുകയാണോ എന്നറിയില്ല. അതിനകത്ത് പറഞ്ഞത് VD സതീശൻ ഹീസ് എ ഗ്രേറ്റ് ലീഡർ, ഏറ്റവും മികച്ച സെക്കുലറിസ്റ്റും സോഷ്യലിസ്റ്റുമായിട്ടുള്ള നേതാവാണ് VD സതീശൻ. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുമെന്ന് ഉറപ്പ് തന്നാൽ താൻ കോൺഗ്രസിന് അനുകൂലമായിട്ട് പറയാം എന്നാണ് ഈ പറയുന്ന മണിശങ്കർ അയ്യർ പറയുന്നത്. അതായത് VD സതീശനാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ മറുവശത്ത് പിണറായി വിജയൻ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടി നമ്മൾ കാണാതെ പോകരുത്. എന്തായാലും ആ ഒരു ഭാഗം മാത്രം CPM മനഃപൂർവ്വം വിട്ടുകളയുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും മണിശങ്കർ അയ്യരുടെ ഈ ഒരു പ്രസ്താവന അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ കോൺഗ്രസിനെ ബാധിക്കുമെന്ന് ആരും കരുതുന്നില്ല. കാരണം അദ്ദേഹം കോൺഗ്രസുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അടുപ്പമുള്ള വ്യക്തിയല്ല, കോൺഗ്രസുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ നയങ്ങളിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ യാതൊരു പങ്കുമില്ലാത്ത ഒരു വ്യക്തിയാണ്. അത്തരമൊരു വ്യക്തി വന്ന് പിണറായി വിജയനെ പുകഴ്ത്തിപ്പാടി പോകുമ്പോൾ അതിനു പിന്നിൽ ഈ പറയുന്ന CPMന്റെ ഒരു ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യം, പ്രത്യേകിച്ചും ഈ ഒരു പ്രസ്താവന വന്ന ഒരു സാഹചര്യം അത് നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. അത് നോക്കുമ്പോൾ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്ന കാര്യത്തിൽ നമുക്ക് വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്.